കണ്ടിട്ട് ഒരുപാട് നാളുകളായിരിക്കുന്നു. നാം ഹോംവർക്കിലായിരുന്നു. ഓഹോ, ഗുരു ഇപ്പൊ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഈ അതല്ല, നാം ഹോംവർക്കിന്റെ വർക്കിലായിരുന്നു. ഓഹോ, അതുകൊണ്ടായിരിക്കും ദേഹത്ത് മുഴുവൻ ഇങ്ങനെ ഭസ്മം വാരി പൂശിയിരിക്കുന്നത്. ഇത് അതൊന്നുമല്ല, പൂച്ച മാന്തിട്ടേ ഓയിൻമെന്റ് വാരി പൂശിയിരിക്കുന്നതാ. അങ്ങേ പൂച്ച മാന്തിയെന്നോ? എങ്ങനെ? ഹോമകുണ്ടത്തിന് തീ കൊളുത്തിയതാ പണ്ടാരടങ്ങാനായിട്ട്. കുണ്ടത്തിൽ പൂച്ച പറ്റി കിടപ്പുണ്ടായിരുന്നേ. അത് ഞക്കടെ മൂട്ടിൽ ചൂടടിച്ചപ്പോഴേ തള്ളയും പുള്ളയും കൂടി ഓടിച്ചിട്ട് അച്ചാനം പുച്ചാനം മാന്തി. കമണ്ഡലത്തിലും മാന്തി, രണ്ടിലും മാന്തി. ഇനി പുത്രകാമേഷ്ടിയാകാൻ നടത്താൻ പറ്റുമോ? ബൈ ദ ബൈ, പുത്രകാമേഷ്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്ക് നമ്മുടെ പുത്രിയുടെ കാര്യം ഓർമ്മ വന്നത്. നോം രാജഗുരുവിനെ വിളിപ്പിച്ചത് എന്തിനാണെന്ന് അറിയാമോ? ഇല്ല. നമ്മുടെ മകളുടെ വിവാഹക്കാര്യം പറയാനാ. എന്തു പറയുന്നു? ഞാനെന്ത് പറയാനാണ്, നിങ്ങള് കാരണവന്മാരൊക്കെ കൂടി തീരുമാനിച്ച സ്ഥിതിക്ക് എനിക്ക് സമ്മതമാണ്. കല്യാണം നടക്കട്ടെ. ഫസ്റ്റ് നൈറ്റ് ഒന്ന് തള്ളി വെക്കേണ്ടി വരും. അയ്യടാ, വയസ്സാം കാലത്ത് ഗുരുവിന്റെ ഒരു ഭൂതി. നോം ഗുരുവിനെ വിളിപ്പിച്ചത് കുമാരിയെ ഗുരുവിനെ